ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. രാവിലെ തന്നെ അപ്പായും ലൂക്കാച്ചനും വാവയും ഞാനും കൂടി ഇളംകുളം സെന്റ് മേരീസ് ചർച്ചിലും തിരുഹൃദയ ഭവനിലും പോയി വരാനുള്ള പരിപാടിയിലാണ്. തിരുഹൃദയ ഭവനിൽ പോയി സിസ്റ്റേഴ്സിനെ അവിടുത്തെ ചേട്ടന്മാരെയും കണ്ട് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് അച്ഛനെയും കണ്ട് തിരിച്ച് വീട്ടിലെത്തി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ലൂക്കാച്ചനെയും വാവനെയും അമ്മയുടെ കൂടെ വീട്ടിലാക്കി അപ്പായെ കൊണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ വിട്ടിട്ട് നേരെ മുണ്ടക്കയം വഴി കൊടുകുത്തി വീട്ടിലേക്കുള്ള യാത്രയാണ്. മഴയൊക്കെ ആയതുകൊണ്ട് മുണ്ടക്കയം മണിമലയാറ്റിൽ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. മണിമലയാറിന് കുറുകെയുള്ള ഈ പാലം വലിയ മഴക്കാലത്ത് കവിഞ്ഞൊഴുകാറുണ്ട്. ഏകദേശം ഉച്ചയായപ്പോഴേക്കും ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. കൊക്കയാർ പഞ്ചായത്തിലെ 4-ാം വാർഡിലെ ക്ഷീര കർഷകരെ അനുമോദിക്കൽ ചടങ്ങ് നമ്മുടെ വീട്ടിൽ വെച്ച് നടത്തുകയുണ്ടായി. പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സ്വർണ്ണലത അപ്പക്കുട്ടനും മറ്റ് പ്രതിനിധികളും കൂടി ചേർന്ന് സജി ചേട്ടൻ, കുഞ്ഞാം ചേട്ടൻ, പിന്നെ നമ്മുടെ പപ്പായെയും കുടുംബത്തിലുള്ളവരെയും ആദരിച്ചു. ആദരിക്കൽ ചടങ്ങിന്റെ ഭാഗമായി നല്ല ഉഴുന്ന വടയും പുഴുങ്ങിയ പഴവും ചായയും എനിക്ക് കിട്ടി. അവരെല്ലാവരും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഫിഷ്ടാങ്കൊക്കെ കണ്ട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി. എല്ലാവരും പോയി കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിഞ്ഞ് ഡെസ്റ്റിനും ഡെസ്റ്റിന്റെ കൂട്ടുകാരും വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എല്ലാവരും നമ്മുടെ പിള്ളേരാണ് കേട്ടോ. വീട്ടിൽ എന്ത് പരിപാടി വെച്ചാലും പറയേണ്ട ദിവസം കെട്ടും പാട്ടയും പറക്കി എല്ലാവരും ഇങ്ങ് പോകുന്നോളൂ. ഇവൻ എന്റെ കുഞ്ഞനുജനാണ് കേട്ടോ. ഇവൻ വളർന്ന് മുട്ടനായിട്ടിരിക്കുന്നു. 2 വർഷത്തിന് ശേഷം കേട്ടോ ഞങ്ങൾ കാണുന്നത്. ഇവരെല്ലാവരും നല്ല കലാകാരന്മാരാണ്. ഇവരെല്ലാം ട്രിവാൻഡ്രം ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. ശ്രീലക്ഷ്മി ആണെങ്കിൽ എനിക്ക് വേണ്ടി കുറച്ച് മംഗോസിന്റെ പഴുത്ത ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിള്ളേർ വരുമ്പോൾ ഇമാർക്ക് വേണ്ടി ചക്കപ്പഴപ്പുട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ചക്കപ്പഴം വെട്ടി തുടങ്ങിയ വാതി പുട്ടുണ്ടാക്കി കഴിക്കാൻ ക്ഷമയില്ലാത്തത് കൊണ്ട് ചക്കപ്പഴം തട്ടിവിടാൻ തുടങ്ങി. തിരുവനന്തപുരത്ത് നിന്നും പത്തനംതിട്ടയിൽ ചെന്ന് ശ്രീലക്ഷ്മിയും കൂട്ടി ഡെസ്റ്റിനെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് ഇടുക്കിയിലുള്ള സുധിന്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് എല്ലാവരും. കലയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഇവർ ശ്രീ സ്വാതിരുന്ന മ്യൂസിക് കോളേജ് ട്രിവാൻഡ്രത്ത് ഡിഗ്രിയും PG ഒക്കെ പഠിച്ചിറങ്ങിയവരാണ്. ശ്രീലക്ഷ്മി ഡാൻസിലും, സുധിൻ മൃദംഗത്തിലും, ആരോമലാണെങ്കിൽ വയലിനിലും, ശാന്തിയും ഡെസ്റ്റിനും സീമന്തും വോക്കലിലും അവരുടേതായ രീതിയിൽ കഴിവുകൾ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ്. അവരോടൊപ്പം ഇങ്ങനെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ഫണ്ണി പിള്ളേരാണ്. ഒരുപാട് തമാശകളും കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു. കൂടെ പപ്പായും അമ്മയും കൂടി. പപ്പായാണെങ്കിൽ പണ്ടത്തെ കഥാപ്രസംഗകനായിരുന്നു കേട്ടോ. അതൊരു കാലം. ചെറിയ ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഒരു കട്ടൻ കാപ്പിയാകാം. സുധിനാണെങ്കിൽ കട്ടൻ കാപ്പി എടുത്തുകൊണ്ട് വരാന്തയിലേക്ക് എത്തി. കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് കുറെ നേരം ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് അതാ ഡെസ്റ്റിൻ കൈ നിറയെ കുറെ ഐറ്റംസ് ഒക്കെ ആയിട്ട് വന്നേക്കുന്നു. ഇതെന്താന്നല്ലേ, അമ്മയ്ക്കാണ് ഒരു ഗോൾഡ് മെഡലും കൂടെ കൊടുത്തു. പപ്പ ഇതെല്ലാം കണ്ട് നോക്കി ചിരിക്കുന്നുണ്ട്. ഒരു ഷോക്കേസ് നിറയെ ഡെസ്റ്റിന് കിട്ടിയ പുരസ്കാരങ്ങളാണ്. അവന്റെ ട്രിവാൻഡ്രത്ത് ഇനിയും ഒരുപാടുണ്ടെന്നാണ് അവൻ പറയുന്നത്. എല്ലാ പ്രാവശ്യം വരുമ്പോഴും 5-8 ഒക്കെ വെച്ച് കൊണ്ടുവരും. ഇനി ഡെസ്റ്റിന്റെ കൂട്ടുകാരെല്ലാം കൂടി സുധിന്റെ വീട്ടിലേക്കുള്ള യാത്രയാണ്. നല്ല മഴയ്ക്കുള്ള കോളൊക്കെ ഉണ്ട്. ദീർഘദൂര യാത്രയുള്ളതിനാൽ താമസിക്കേണ്ട അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഡെസ്റ്റിന് വേണ്ടി ഞാൻ ആപ്പിളിന്റെ ഒരു ഐപാഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ടാബ് കിട്ടിയപ്പോൾ അവന്റെ സന്തോഷം. ആ കടിച്ച ആപ്പിളും കടിച്ച പഴവും, ആഹാ എന്താ ഒരു സന്തോഷം. അങ്ങനെ ഡെസ്റ്റിനും പാപ്പായും അമ്മയും ഒത്ത് ഡിന്നറും കഴിച്ച ശേഷം ലൂക്കാച്ചനെയും വാവേനെയും വീഡിയോ കോളും ചെയ്ത് കുറെ നേരം സംസാരിച്ചിരുന്നു. ഉറങ്ങാൻ സമയമായി. നാളെ ഡെസ്റ്റിനെയും കൂടി ലൂക്കാച്ചനെ കാണാൻ പോകണം. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്.